ഒരു വീട്ടില് 5 സ്ഥലങ്ങളിൽ വീട്ടില് എഴുതി വെച്ചോളി, പഠിച്ചു വെച്ചോളി, ഓർത്തു വെച്ചോളി. ഒരു വീട്ടിൽ 5 സ്ഥലങ്ങളിൽ ശൈത്താൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 5 സ്ഥലങ്ങളിൽ ഒരു വീട്ടില്, സഹോദരിമാരൊക്കെ ഓർത്തു വെച്ചോളി, 5 സ്ഥലങ്ങളിൽ ശൈത്താൻ ഇരിപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ 5 സ്ഥലങ്ങളിൽ. ഒന്ന് എവിടെന്നറിയോ? ഒരു മാറ്റം ഉണ്ടാവണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തേത് അൽ ഫിറാശുല്ലദീ ലാ യനാമു അലൈഹി അഹദുൻ ലിമുദ്ദത്തിൻ തവീല എന്ന് പറഞ്ഞാൽ ആരും കിടക്കാതെ നിവർത്തിയിട്ടിരിക്കുന്ന വിരിപ്പ് എന്ന് പറഞ്ഞാൽ ആരും അതിൽ കിടക്കാറില്ല. ഒരു വിരിപ്പ്, ഒരു റൂം വെറുതെ ഇട്ടിരിക്കുകയാണ്, അതിൽ മറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അവിടെ ശൈത്താൻ കിടന്നുറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഫിറാശുൽ ലിർറജുലി വഫിറാശുൽ ലിഅഹ്ലിഹി വസാലിസു ലില്ലൈഫി വറാബിഉ ലിശൈത്താനി. നബി മുഹമ്മദ് മുസ്തഫ. എത്ര പേരുണ്ട് വീട്ടില്? ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ ഉസ്താദേ. എത്ര റൂമുണ്ട്? 9 റൂം. 1 നിനക്ക്, 1 നിന്റെ ഭാര്യയ്ക്ക്, പിന്നെ ആരെങ്കിലും വന്നാൽ ഒരു അതിഥിക്ക്, ബാക്കി 6 ശൈത്താൻ. ഇഷ്ടം പോലെ വെച്ചിട്ടോളി. ഇത് ഞാൻ പറഞ്ഞതല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. ഉപയോഗശൂന്യമായ വീട്ടിന്റെ റൂമുകൾ ഉണ്ടല്ലോ, ആ റൂം വെറുതെ നിവർത്തിയിട്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ ശൈത്താൻ ചുരുണ്ടുകൂടി കിടക്കുമെന്ന് മുഖ്ബിറെ സാദിഖ് ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിൽ നിന്ന് കടന്നു വരാത്ത നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കിടക്കുമ്പോൾ, നേരം വെളുത്ത് നിങ്ങൾ എഴുന്നേക്കുമ്പോൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? മെത്ത മടക്കി വെക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല, കട്ടിൽ മടക്കി വെക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്തെന്നറിയോ? അതിന്റെ മീതെ വിരിക്കുന്ന വിരിപ്പുണ്ടല്ലോ, മടക്കി നമ്മൾ മാറ്റിവെക്കുക. രാത്രി കിടക്കാൻ നേരത്തെ അതെടുത്ത് കൊടയുക, എന്നിട്ട് ഒന്നുകൂടി വിരിച്ചിട്ട് വേണം നമ്മൾ അതിനകത്ത് കിടക്കാൻ. ഇല്ലെങ്കിൽ ശൈത്താൻ വീട്ടിൽ വരുന്ന ഒന്നാമത്തെ സ്ഥലമതാ. ഇനി രണ്ടാമത്തെ സ്ഥലമേതെന്നറിയോ? അസിയാബുൽ മുഅല്ലഖതി ലിഫിത്രത്തിൻ തവീലത്തിൻ ദൂന ലബ്സിഹാ. രണ്ടാമത് ഉപയോഗശൂന്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്ന ഡ്രസ്സിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഉത്തൂസിയാബക്കും, നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ അടുക്കി വെക്കണേ, മടക്കി വെക്കണേ, ചുരുട്ടി വെക്കണേ. ഫൈന ശൈത്താന യസ്കുരു കുല്ല സിയാബിൻ മൻസൂറാ. വെറുതെ വലിച്ചെറിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ ശൈത്താൻ കിടന്നുറങ്ങുമെന്നാ. ഈ ഉസ്താദിന്റെ വഴല് കേട്ടു. തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് മഫ്ത ഊരി ഒരു സ്ഥലത്തെറിഞ്ഞു, പർദ ഊരി വേറൊരു സ്ഥലത്തെറിഞ്ഞു. ഈ വിനീതന്റെ പ്രസംഗം കേൾക്കാനും മറ്റൊരു പർദ എടുത്തു, മറ്റൊരു ഹിജാബ് എടുത്തു. ഇന്നലെ കൊണ്ടെറിഞ്ഞത് അവിടെ കിടക്കുകയാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഇന്നലെ ഇട്ട പർദയിൽ ശൈത്താൻ ഉറങ്ങുന്നുണ്ട്, ഇന്നലെ ഇട്ട ഹിജാബിൽ ശൈത്താൻ കിടന്നുറങ്ങുന്നുണ്ട് മഫ്തയിൽ. അള്ളാന്റെ റസൂലിന്റെ വാക്കാ. നിങ്ങൾ ഉപയോഗശേഷം നിങ്ങൾക്ക് കഴുകി വെക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മടക്കി വൃത്തിയാക്കി എവിടെയെങ്കിലും ഒതുക്കി വെക്കുക. വലിച്ചെറിയുന്ന വസ്ത്രത്തിൽ ശൈത്താൻ കിടന്നുറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ സ്ഥലമേതെന്നറിയോ? അൽ ഹമാ. അത് വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള ബാത്റൂമുകളാണ്, ടോയ്ലറ്റുകളാണ്. ഇഷ്ടംപോലെ ടോയ്ലറ്റ് വെച്ച് കൊടുത്തില്ലേ? ടോയ്ലറ്റിൽ കയറിയിട്ട് ഇറങ്ങിയാൽ അതിനെ ലോക്ക് ചെയ്യണം, കാരണം ശൈത്താന്റെ വീടാണത്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം പബ്ലിക് ടോയ്ലറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. 2 രൂപ 3 രൂപ കൊടുത്ത് ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിലും അതും പല സ്ഥലങ്ങളിലൊക്കെ. മഹാനവറുകൾ നടന്നു പോകുമ്പോ ഒരു പൊതു ബാത്റൂം അദ്ദേഹത്തിന് കയറണമെന്ന് തോന്നി. അദ്ദേഹം ചെന്നപ്പോ കസേര ഇട്ട് മുന്നിലിരിക്കുന്ന ആള് പറഞ്ഞു, കയറണമെങ്കിൽ പൈസ തരണം. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഒരൊറ്റ കരച്ചില്. അപ്പൊ അയാൾ കരുതി പൈസ ഇല്ല പാവം. അദ്ദേഹം പറഞ്ഞു, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കയറിക്കോ. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടോ, പൈസ ഇല്ലാത്തത് കൊണ്ട് കരഞ്ഞതല്ല, മറിച്ച് ഇത് ശൈത്താന്റെ വീടാ. ശൈത്താന്റെ വീട്ടിൽ കയറുന്നതിന് പൈസ കൊടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാരുടെ വീടായ അവന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ കയറാൻ ഞാൻ എത്ര കോടി കൊടുത്താലാ മതിയാവുക?
അത് ഓർത്തിട്ട് ഞാൻ കരഞ്ഞതാ. ശൈത്താന്റെ വീട്ടിൽ കയറുന്നതിന് പൈസ കൊടുക്കണമെങ്കിൽ മലായിക്കത്തുകളുടെ വീട്ടിൽ കയറുന്നതിന് ഞാൻ എത്ര കോടി കൊടുക്കണം, അത് ഓർത്തിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. കക്കൂസിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി, ഇടതുവാല് കാലുകൊണ്ട് കയറണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി, ആൺ പെൺ പിശാചുക്കളുടെ സങ്കേതമാണ് ഇതിനകത്ത്, ഞാൻ അതിൽ നിന്ന് കാവൽ തേടുന്നു അല്ലാ. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നാലാമത്തേത് മുജസ്സമായ ഫോട്ടോ എന്ന് പറഞ്ഞാൽ രൂപങ്ങളുള്ള വീട്. മുജസ്സമായ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രൂപം നമ്മൾ കണ്ടാൽ ആ രൂപം ജീവൻ നൽകുകയാണെങ്കിൽ അത് ജീവിക്കും. അങ്ങനെയുള്ള രൂപങ്ങൾ ശരീരത്തിന്റെ ഈ അരയ്ക്ക് മുകളിലോട്ട് മുഴുവനും ഉണ്ടെങ്കിൽ അത് മുജസ്സമാണ്. കാരണം കാലില്ലെങ്കിലും ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. കഴുത്തിന് മുകളിലോട്ട് തല മാത്രമാണെങ്കിൽ അത് മുജസ്സമല്ല. കാരണം എന്താണ്? അതിന് ജിസ്മില്ല, അതിന് ജീവൻ കൊടുത്താലും ജീവൻ വരില്ല. കാരണം ഹാർട്ട് എല്ലാം താഴോട്ടല്ലേ ഇരിക്കുക. സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു, ഫോട്ടോ ഉള്ള വീടാണെങ്കിൽ പോലും അത് മലായിക്കത്തുകൾ കടന്നു വരാത്ത ശൈത്താന്റെ സങ്കേതമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഏറ്റവും ഒടുവിൽ അഞ്ചാമത്തേത് ശൈത്താനുള്ള സ്ഥലം തീ കത്തിക്കുന്ന സ്ഥലമാണ്. സൂക്ഷിക്കണം. അടുക്കളയിൽ നിൽക്കുന്ന സഹോദരിമാരൊക്കെ ബിസ്മി ചൊല്ലാതെ തീ കത്തിക്കരുത്. കാരണം തീ കൊണ്ടാണ് ശൈത്താനെ സൃഷ്ടിച്ചത്. ശൈത്താന് തീ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ തീ കത്തിക്കുന്ന സ്ഥലത്ത് ശൈത്താന് വരുമെന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ശൈത്താനെ ആരാണോ സംരക്ഷകനാക്കിയിട്ട് പടച്ചവനെ ജീവിതത്തിൽ നിന്ന് മാറ്റിയത്, അള്ളാഹ് ദിക്റില്ലാത്ത വീടാ, വിശുദ്ധ ഖുർആൻ ഓതാത്ത വീടാ, ജീവിതത്തിൽ അല്ലാഹുവിനെ പറ്റി യാതൊരു ചിന്തയുമില്ലാത്ത ആളുകളാ, ആ വീടുകൾ പിശാചിന്റെ സങ്കേതമാണ്. ശൈത്താൻ നമ്മുടെ സംരക്ഷകനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫഖദ് ഖസറ ഖുസ്റാനം മുബീനാ, അവന് സ്പഷ്ടമായ വഴികേടിലാണ്, നഷ്ടത്തിലാ. ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലും നമസ്കാര സമയത്ത് ശൈത്താൻ വരും. എങ്ങനെയെന്നറിയോ? നിങ്ങൾ പറയും, ഉസ്താദേ എന്റെ അടുത്ത് ശൈത്താന്റെ ഒരു കളിയും നടക്കൂല. ആര് പറഞ്ഞു ശൈത്താൻ നമ്മുടെ